Hi friends, welcome to ARV Education. Instructor Grade 1 Electronicsന്റെ സിലബസ് അനുസരിച്ച് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ മെട്രിക്സ് എന്ന പോർഷനിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ടെക്നിക്കൽ എക്സാമിനുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും സിലബസ് ഉള്ള എക്സാമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ എക്സാമിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്, പോളിടെക്നിക് സ്റ്റുഡൻസിനൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ നമ്മൾ മെട്രിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മെട്രിക്സിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ്, സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിസസ്, പ്രോപ്പർട്ടീസ് ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിസസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ലെറ്റ് എ ഇസ് ഈക്വൽ ടു AIJ m/n ബി എ മെട്രിക്സ് ഓഫ് ഓർഡർ m/n. അതായത് എ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? m/n ആണ്. മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m/n ആണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇത് എന്തുമായിക്കോട്ടെ, ഏത് ഓർഡറും ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ m/n എന്ന ആ മെട്രിക്സിൻ്റെ ഓർഡറിനെ എടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ ഓരോ എലമെൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ഐക്കും ജെയ്ക്കും ഓരോ അതിൻ്റെ പൊസിഷൻസ്, അതായത് ഏത് റോയിൽ ഏത് കോളത്തിലാണോ ഓരോ എലമെൻറ്റും കിടക്കുന്നത് അതിനനുസരിച്ച് ആ പൊസിഷൻ കൊടുക്കുമ്പം നമുക്കവിടെ ഓരോ എലമെൻസും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു എ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് ഉള്ളത്. m/n ഓർഡറാണ്. അപ്പോൾ ആ മെട്രിക്സിനെ നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ റോയെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്താണ്? റോയെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. ദെൻ the n/m matrix obtained by interchanging the rows and columns of A is called the transpose of A and is denoted by A bar or A transpose. അതായത് m/n ഓർഡർ ഉള്ള ഒരു മെട്രിക്സിൻ്റെ റോയെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളംസും അവിടെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? എമ്മിൻ്റെ സ്ഥാനത്ത് എന്നും എന്നിൻ്റെ സ്ഥാനത്ത് എമ്മും വരുന്നു. അപ്പോൾ 3/2 ആണ് എന്ന് സങ്കല്പിക്കുക മെട്രിക്സിൻ്റെ ഓർഡർ. അപ്പോൾ 3 റോസും 2 കോളംസും ആണല്ലോ ആ മെട്രിക്സ്. അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 2 റോസും 3 കോളംസും ആയി മാറുന്നു. ഒരു എക്സാമ്പിളാണ് ഇത്. 2 റോസും 3 കോളംസും ഉള്ള 2/3 ആകുന്നു. 3/2നെ 2/3 ആയിട്ട് അവിടെ മാറുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന n/m ആയിട്ടുള്ള അതിൻ്റെ ഓർഡർ n/m ആയിട്ടുള്ള ഒരു മെട്രിക്സ് നമുക്ക് കിട്ടുന്നു റോയെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിൻ്റെ ട്രാൻസ്പോസ് ഓഫ് എ എന്നോ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? എ ബാർ ഓർ എ ട്രാൻസ്പോസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എ ട്രാൻസ്പോസ് എന്ന് എഴുതുന്നത് എ റേസ് ടു ടി എന്ന് പറയുന്ന പോലെ എയുടെ മുകളിലായിട്ടാണ് ആ ട്രാൻസ്പോസ് നമ്മൾ എഴുതുന്നത്. എ ട്രാൻസ്പോസ്, ഇങ്ങനെയാണിത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എ ബാർ ഓർ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയുള്ള മെട്രിക്സ് വന്നു? AIJ n/m എന്ന് വന്നു. n/m ആണ് അവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോസ്, ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ട്രാൻസ്പോസ് നമ്മൾ സിമ്മട്രിക്കിനകത്തും സ്ക്യൂ സിമ്മട്രിക്കിനകത്തും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. ഇതൊരു മെട്രിക്സ് ആണല്ലേ. 1 2 4 ഇതാണ് അതിൻ്റെ ഫസ്റ്റ് റോ. സെക്കൻഡ് റോ 4 6 1. ഇവിടെ ഫസ്റ്റ് കോളം 1 4, സെക്കൻഡ് കോളം 2 6, തേർഡ് കോളം 4 1.
ഇതാണ് ഈ മെട്രിക്സ് അല്ലേ. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ് ഇവിടെ നോക്കിയേ. ഇവിടെ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇവിടെ ടി എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്, അതിൻ്റെ ട്രാൻസ്പോസ് ആണ് ഇവിടുത്തെ ഈ ടി ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടുന്നു. അതായത് ഇവിടുത്തെ റോയെ കോളമായിട്ടും കോളത്തിനെ റോയായിട്ടും മാറ്റുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടുത്തെ ഫസ്റ്റ് റോയെ ഇവിടെ ഫസ്റ്റ് കോളമാക്കി എഴുതി. അപ്പോൾ ഫസ്റ്റ് റോയെ ഇവിടെ കോളമാക്കിയപ്പം താഴോട്ട് എഴുതി അല്ലേ, 1 2 4 എന്ന് താഴോട്ട് എഴുതി. ഇവിടുത്തെ സെക്കൻഡ് കോളത്തിനെ ഇവിടെ എന്താക്കി, ഇവിടെ സെക്കൻഡ് റോയെ ഇവിടെ സെക്കൻഡ് കോളമാക്കി മാറ്റി അല്ലേ. അപ്പോൾ 4 6 1 എന്ന് താഴേക്ക് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടുത്തെ നമുക്ക് ഓർഡർ നോക്കാം. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരുന്നു, മെട്രിക്സിൻ്റെ ഓർഡർ 2 റോയ് അപ്പം 2 ആയിരുന്നു അല്ലേ. 2 റോസും പിന്നെ 3 കോളംസ് ആണല്ലോ. അപ്പം 2/3 എന്ന ഓർഡറുള്ള മെട്രിക്സ് ആയിരുന്നു ഇത്. ആ മെട്രിക്സിനെ നമ്മൾ എന്താക്കി മാറ്റി, ഇവിടെ എത്ര റോയുണ്ട്, 1 2 3 റോയും അതുപോലെ തന്നെ എത്ര കോളമുണ്ട്, 2 കോളവും 2 കോളവുമുള്ള മറ്റൊരു മെട്രിക്സായി അവിടെ കിട്ടി. അപ്പം 2/3 എന്ന മെട്രിക്സിനെ 3/2 എന്ന മെട്രിക്സ് അതിൻ്റെ ഓർഡർ 3/2 ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്താണ്, ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ട്രാൻസ്പോസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ മെട്രിക്സിൻ്റെയൊക്കെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ആ ട്രാൻസ്പോസ് വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെട്രിക്സിലെ ഈ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്. എലമെൻസിൽ ഒന്നും തന്നെ മറ്റു മാറ്റങ്ങൾ വരുത്തുന്നില്ല, പക്ഷേ ആ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. അതാണ് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്. അപ്പോൾ എ ബാർ അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് നോക്കാം. നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു അല്ലേ. അതായത് എ ട്രാൻസ്പോസ് എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ട്രാൻസ്പോസ് എടുക്കുന്നു. അതായത് ആദ്യം ഒരു മെട്രിക്സ് എടുത്തു, അതിനെ ആദ്യം ഒന്ന് ട്രാൻസ്പോസ് ചെയ്യുമ്പം എ ട്രാൻസ്പോസ് കിട്ടുന്നു. ആ എ ട്രാൻസ്പോസിനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, എ എന്ന് പറയുന്ന ആദ്യത്തെ നമ്മുടെ മെട്രിക്സ് തന്നെ കിട്ടുന്നു. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടി, ഈ തന്നിരിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കുക. അപ്പം കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് നല്ല തറവായിട്ട് മനസ്സിലിരിക്കും. അടുത്തതായിട്ട് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. അതായത് 2 മെട്രിക്സ് ഉണ്ട് അവിടെ, 2 മെട്രിക്സ് എ പ്ലസ് ബി, 2 മെട്രിക്സിനെയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മൊത്തത്തിൽ കിട്ടുന്ന ആ സമ്മിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വലാണ്, ഫസ്റ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, സെക്കൻഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, എന്നിട്ട് അവയെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഉത്തരത്തിന് ഈക്വൽ ആയിരിക്കും നമുക്ക് ഈ മുകളിൽ കിട്ടിയിരിക്കുന്ന ആ ഉത്തരം. ഒന്നുകൂടി പറയാം, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സ്, 2 മെട്രിക്സ് ഉണ്ട്. മെട്രിക്സിനെ തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ആ ട്രാൻസ്പോസ് എടുത്ത് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എയെ ട്രാൻസ്പോസ് ചെയ്യുന്നു, ബിയെ ട്രാൻസ്പോസ് ചെയ്യുന്നു, രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഉത്തരവും തുല്യമായിരിക്കും. അതാണ് രണ്ടാമത്തെ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി അതുപോലെ തന്നെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഈ ഓരോ പ്രോപ്പർട്ടിയും ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വെറുതെ ഒരു 2/2 അല്ലെങ്കിൽ ഒരു 2/3 മെട്രിക്സ് തന്നെ എടുത്തിട്ട് കൊടുത്ത് ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, കെ എന്ന് പറയുന്നത് ഒരു സ്കെയിലാറാണ്. മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ അതൊന്ന് നോക്കുക, അത് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ എന്ന സ്കെയിലാറിനെ എ എന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തിനെ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. അങ്ങനെ എടുക്കുന്നതും
എന്തിന് തുല്യമാണ്? എ എന്ന് പറയുന്ന മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം കെ എന്ന സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. ഒരേ ഉത്തരമായിരിക്കും ഇവിടെ കിട്ടുന്നത്. അതാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നോക്കുക, എളുപ്പമാണ്. അടുത്തത് എ എൻ ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എൻ. ഇതും നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ആ എക്സാമ്പിളിലേക്ക് ഒന്നിട്ട് നോക്കിയാൽ മതി, കൃത്യമായിട്ട് ആൻസർ കിട്ടും. അടുത്തത് എ ബി സി ദ ഹോൾ ട്രാൻസ്പോസ്. എയും ബിയും സിയും 3 മെട്രിസസ് ആണ്. ആ മെട്രിസസിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ സി ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ട്രാൻസ്പോസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിസസ്. സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിസസ് ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എ സ്ക്വയർ മെട്രിക്സ് എ ഈക്വൽ ടു എ ഐ ജെ എൻ ബൈ എൻ. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എൻ ബൈ എൻ ആണ്. അപ്പോൾ സെയിം ഓർഡറാണ്, അതായത് 2 റോ ആണെങ്കിൽ 2 കോളവുമാണ്. അങ്ങനെ ഒരു മെട്രിക്സ് ആണ്. എൻ ബൈ എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു മെട്രിക്സ് ആണ് എ. ആ എയെ നമുക്ക് സിമ്മട്രിക് ആണെന്ന് പറയാം. എപ്പോഴാണ് പറയുന്നത്? അതാ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിമ്മട്രിക് ആണെന്ന് പറയാം. എന്താണ് ആ കണ്ടീഷൻ? ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. അതായത് നമ്മളൊരു മെട്രിക്സ് എടുക്കുന്നു, ആ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു, ആ എയുടെ ട്രാൻസ്പോസ് എടുക്കുന്നു. അത് രണ്ടും ഈക്വലാണ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താലും എ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ, അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ്? രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് സിമ്മട്രിക് മെട്രിക്സ് ആണ് എന്ന് പറയാം. അതായത് ഓരോ എലമെൻസും സെയിം ആയിട്ട് വരും. എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ. അതായത് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് കഴിയുമ്പോഴും കിട്ടുന്ന എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിട്ട് വരും. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഒന്നുകൂടി നോക്കാം. അടുത്തത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സസ്. അപ്പോൾ ഇത് നമ്മൾ സിമ്മട്രിക്കിൻ്റെ കേസായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വരുന്നതാണ് സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും. ഓർക്കാൻ വളരെ എളുപ്പമാണ്. സ്ക്യൂ സിമ്മട്രിക് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. മറ്റേടത്ത് എ ആയിരുന്നല്ലോ, ഇവിടെ മൈനസ് എ ആണ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുന്നു, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. രണ്ടും കൂടെ നോക്കുമ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ഒന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണെങ്കിൽ അത് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. അതായത് അപ്പോൾ ഇവിടുത്തെ എലിമെൻറ്റ് എങ്ങനെ വരും? എ ഐ ജെ ഈക്വൽ ടു മൈനസ് എ ജെ ഐ എന്ന് വരും. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം, അതിനുശേഷം പ്രോപ്പർട്ടീസിലേക്ക്. ഇനി നമുക്ക് സിമ്മട്രിക്കിൻ്റെയും സ്ക്യൂ സിമ്മട്രിക്കിൻ്റെയും ഓരോ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നന്നായിട്ട് അതങ്ങ് മനസ്സിലാകും. എ ഇസ് ഈക്വൽ ടു, എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് 9 2 3 2 2 -1 8 3 8 0. ഈ മെട്രിക്സിനെ നമ്മൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുകയാണ്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുന്നു? ഫസ്റ്റ് റോയെ നമ്മൾ കോളമാക്കി എഴുതണം, 9 2 3. രണ്ടാമത്തെ റോയെ കോളമാക്കി എഴുതുന്നു, 2 -1 8. മൂന്നാമത്തെ റോയെ കോളമാക്കി എഴുതുന്നു, 3 8 ആണ്, 3 8 0. അപ്പം നോക്കിയേ, 9 2 3 അതും ഈ ഫസ്റ്റ് റോയും സെയിം തന്നെ വന്നു. 2 -1 8 അതും സെയിം തന്നെ വന്നു. മൂന്നാമത്തെ കേസിലും 3 8 0. അതായത് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എടുത്തപ്പോഴും എ തന്നെ പഴയ മെട്രിക്സ് തന്നെ ഈക്വൽ ആയിട്ട് കിട്ടുന്നു എങ്കിൽ അതെന്താണ്? ഈ മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ഒരു സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇതിനകത്തെ ഓരോ എലമെൻസും 9 കിടക്കുന്നിടത്ത് 9 തന്നെ, 2 കിടന്നിടത്ത് 2 തന്നെ,
പിന്നെ ഇവിടെ 8 കിടന്നിടത്ത് ഇവിടെ 8 തന്നെ, അങ്ങനെ കിട്ടി, കറക്റ്റായിട്ട് കിട്ടി എങ്കിൽ അത് സിമെട്രിക് മെട്രിക്സ് ആണ്. അതായത് ഒരു മൈനസ് സൈൻ പോലും അവിടെ വന്നിട്ടില്ല എങ്കിൽ അത് സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി നമുക്ക് സ്ക്യൂ സിമെട്രിക്കിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം അല്ലേ. എ എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് ആണ്. 0, 2, -3, -2, 0, -9, 3, 9, 0. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യത്തെ റോയെ നമ്മൾ കോളമാക്കി എഴുതുകയാണ്. അപ്പോൾ 0, 2, -3. രണ്ടാമത്തെ റോയെ കോളമാക്കി എഴുതുന്നു. -2, 0, -9. മൂന്നാമത്തെ റോയെ കോളമാക്കി എഴുതുന്നു. 3, 9, 0. ഇപ്പോൾ നോക്കിയേ, 0, -0, 2, -3 എന്നായിരുന്നു. ആ സ്ഥാനത്ത് ഇവിടെ 2ൻ്റെ സ്ഥാനത്ത് ഇവിടെ മൈനസ് വന്നല്ലേ. പിന്നെ ഇവിടെ -3യുടെ സ്ഥാനത്ത് ഇവിടെ +3 ആയി അത്. അപ്പം ഇതിന് 0യ്ക്ക് സൈൻ ഇല്ല. അപ്പം എന്താണ്, ബാക്കി 2 അക്കത്തിനും ആ സൈൻ ചേഞ്ച് വന്നു. അതുപോലെ ഈ ഒരു റോയും നോക്കുക. -2, 0, -9 എന്നുള്ളത് +2, 0, +9 എന്നായി. പിന്നെ 3, 9, 0 എന്നുള്ളത് -3, -9, 0 എന്നായി. അപ്പോൾ ഒന്ന് പേപ്പറിൽ എഴുതി നോക്കുക. അപ്പോൾ മനസ്സിലാകും എന്താണ്, എല്ലാ എലമെൻസിനും ഒരു നെഗറ്റീവ് സൈൻ വന്നു. അതായത് എയുടെ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, എ ട്രാൻസ്പോസ് =-a എന്ന് കിട്ടി. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ എന്തു പറയാം? ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. അതായത് ഓരോ എലമെൻസും, അതായത് AIJ എന്ന് പറയുന്നതിനെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്, AJI ആയി. JI ആയപ്പോൾ അവിടെ എന്താണ്, ഒരു മൈനസ് സൈൻ ഓരോ എലമെൻറ്റിനും വന്നു. അതായത് -AJI ആയി. അതുകൊണ്ട് അതിനെ സ്ക്യൂ സിമെട്രിക് മെട്രിസസ് എന്ന് പറയാം. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമ്മൾ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി. അതുപോലെ തന്നെ സിമെട്രിക്കിനും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനും പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ ഓൾ 0. ഇപ്പോൾ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെ വെച്ച് നോക്കുക. ആ എക്സാമ്പിളിനകത്ത് അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം, അതായത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്തെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്തുവായിരുന്നു, A = 0, 2, -3, -2, 0, -9, 3, 9, 0 ആണ് അല്ലേ. ഈ ഒരു മെട്രിക്സിനകത്ത് അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ ഓർ മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. ആ എലമെൻറ്റ്സ് എല്ലാം, ആ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്താണ്, എല്ലാം 0 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ മെയിൻ ഒരു പ്രോപ്പർട്ടി. എന്താണ്, പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ ഓൾ 0. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്താണ്, 0 ആയിരിക്കും. ഇഫ് A ഈസ് എ സ്ക്വയർ മെട്രിക്സ്, അടുത്ത പ്രോപ്പർട്ടി എന്താണ്, A എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ A+A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. ശ്രദ്ധിക്കുക, A+A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. A എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ കൂടെ അതിൻ്റെ ട്രാൻസ്പോസും കൂടെ കൂട്ടുന്നത് എന്താണ് കിട്ടുന്നത്, സിമെട്രിക് ആണ് കിട്ടുന്നത്. പക്ഷെങ്കിൽ എന്താണ്, A-A ട്രാൻസ്പോസ് ആണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആണ്. ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കുക. വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് കിട്ടും. ഇഫ് A and B are two symmetric or skew symmetric matrices of same order, A എന്നും B എന്നും 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ 2 മെട്രിക്സ് രണ്ടും സിമെട്രിക് ആണെന്ന് കൺസിഡർ ചെയ്യുക. സിമെട്രിക് ആണെങ്കിൽ
ഒരേ ഓർഡറിലുള്ള സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ആ രണ്ട് എയും ബിയും കൂടെ കൂട്ടുന്ന രണ്ട് മെട്രിക്സും കൂടെ കൂട്ടുന്ന എ പ്ലസ് ബി എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും. എപ്പോഴാണ്? എയും ബിയും സിമെട്രിക് ആണെങ്കിൽ. ഇനി സ്ക്യൂ സിമെട്രിക് ആകുന്നത് എപ്പോഴാണ്? എയും ബിയും രണ്ട് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ എന്നും ബി എന്നും രണ്ട് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് തരുന്നതെങ്കിൽ അവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ സിമെട്രിക് ആണെങ്കിൽ കൂട്ടിക്കിട്ടുന്ന ആൻസറും സിമെട്രിക് ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അവ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി, ഇഫ് എ ഈസ് സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക് ദെൻ കെ എ ഈസ് ഓൾസോ സിമെട്രിക് ഫോർ ഓർ സ്ക്യൂ സിമെട്രിക്. ഇവിടെ ഫോർ അല്ല ഓർ എന്നാണ് വരേണ്ടത്. ഓർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എന്താണ്? എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെക്കുക. എ എന്ന് പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ മെട്രിക്സിൻ്റെ കൂടെ കെ എന്ന് പറയുന്ന സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, അതൊന്ന് നോക്കുക. കെ എന്ന് പറയുന്ന സ്കെയിലാർ എയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. എപ്പോഴാണ്? എ സിമെട്രിക് ആണെങ്കിൽ. ഇനി എ സ്ക്യൂ സിമെട്രിക് ആണെന്ന് കൺസിഡർ ചെയ്യുക. എ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ആ കെ എന്ന് പറയുന്ന സ്കെയിലാർ കൊണ്ട് എയെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. എപ്പോഴാണ്? എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ. അപ്പോൾ എന്ത് ഓപ്പറേഷൻ, അഡീഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് ആൻസർ സ്ക്യൂ സിമെട്രിക് ആണോ സിമെട്രിക് ആണോ എന്നത് ആ ഓരോ ഇൻഡിവിജ്വൽ മെട്രിക്സും സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന ആ ഒരു കണ്ടീഷനെ ആസ്പദമാക്കിയിരിക്കും. ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ, എയും ബിയും വീണ്ടും രണ്ട് മെട്രിക്സ് ആണ്. ആ മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആണ്, രണ്ടും സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണ്, എ ഡോട്ട് ബി അല്ലെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്? സിമെട്രിക് ആയിരിക്കും ആ കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ്. എപ്പോഴാണ്? ഈ രണ്ട് മെട്രിക്സും എയും ബിയും ഇൻഡിവിജ്വലി അത് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും, സെയിം ഓർഡർ ആയിരിക്കും. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും സിമെട്രിക് ആയിരിക്കും. ഇഫ് ബി എ ഇസ് ഈക്വൽ ടു എ ബി, എ ബിയും ബി എയും ഈക്വൽ ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അത് എന്ന് പറയുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അടുത്ത പോയിന്റ്, എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് യുണീക്ലി ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് ഓരോ സ്ക്വയർ മെട്രിക്സിനെയും അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സമ്മായിട്ട് ഓരോ സ്ക്വയർ മെട്രിക്സിനെയും എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അടുത്ത പോയിന്റ്, ഓൾ പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് സിമെട്രിക് മെട്രിക്സ് ആർ സിമെട്രിക്. അതായത് സിമെട്രിക് മെട്രിക്സിൻ്റെ എല്ലാ പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സും പോസിറ്റീവാണ്. ആ പോസിറ്റീവ് എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് സിമെട്രിക് മെട്രിക്സിൻ്റെ വരുന്നത് എല്ലാം എന്തായിരിക്കും? അങ്ങനെ ഒരു സിമെട്രിക് മെട്രിക്സ് തരികയാണ്. ആ സിമെട്രിക് മെട്രിക്സിൻ്റെ പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് എടുത്തു കഴിഞ്ഞാലും എന്താണ് കിട്ടുന്നതും സിമെട്രിക് തന്നെയായിരിക്കും. അതുപോലെ എന്താണ്? ഓൾ പോസിറ്റീവ് ഓഡ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് സ്ക്യൂ സിമെട്രിക്. അതായത് പോസിറ്റീവും ഓഡ് ഇൻ്റഗ്രൽ പവേഴ്സുമാണ്, ഈവൻ അല്ല, ഓഡ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? പോസിറ്റീവ് ഈവൻ ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അത് സിമെട്രിക് ആണ്. അപ്പം ഓഡ് ആണെങ്കിലും ഈവൻ ആണെങ്കിലും അത് വ്യത്യാസം വരുന്നുണ്ട്. ഓഡ് ഇൻ്റഗ്രൽ പവേഴ്സ് ആണെങ്കിൽ, പോസിറ്റീവ് ഓഡ് ഇൻ്റഗ്രൽ പവേഴ്സ് ആണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും, സ്ക്യൂ സിമെട്രിക്കിൻ്റെ കേസിലാണ്. അതുപോലെ തന്നെ സ്ക്യൂ സിമെട്രിക്കിൻ്റെ കേസ് ആണെങ്കിൽ പോലും പോസിറ്റീവ് ഈവൻ ഇൻ്റഗ്രൽ പവേഴ്സ്, ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ പവേഴ്സ് ആണെങ്കിൽ എന്താണ്? അത് സ്ക്യൂ സിമെട്രിക് ആണെങ്കിലും അതിൻ്റെ ആ ഈവൻ ഇൻ്റഗ്രൽ പവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് സിമെട്രിക് ആയിട്ട് കിട്ടുന്നു. ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് ഓഫ് സെയിം ഓർഡർ, എയും ബിയും രണ്ട് മെട്രിക്സ് ആണ്, സിമെട്രിക് മെട്രിക്സ് ആണ്, ഒരേ ഓർഡറുമാണ്. അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ്
ബി എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. നോക്കുക, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. രണ്ട് മെട്രിസസ് സിമെട്രിക് ആയിട്ടുള്ള എടുത്തിട്ട് ഈ മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ടെസ്റ്റിലൊക്കെ ഒരുപാട് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. എ ബി മൈനസ് ബി എ എന്ന് പറയുന്നത് നമുക്ക് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെങ്കിൽ എന്താണ്, എ ബി പ്ലസ് ബി എ എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും. അവിടെ ആ സൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫോർ എ സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എങ്കിൽ എ ഇൻറ്റു എയുടെ കൂടെ ആ എയുടെ ട്രാൻസ്പോസ് കൂടെ എടുത്തു എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ ഇൻറ്റു എ ട്രാൻസ്പോസ്. അതുപോലെ തന്നെ ആദ്യം എ ട്രാൻസ്പോസ് എടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ എ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ രണ്ട് കേസിലും എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആ എയുടെ അല്ലെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ആ ഒരു സ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അഡീഷൻ്റെ കൂട്ടല്ല മൾട്ടിപ്ലിക്കേഷന്, അതിൻ്റെ സ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെങ്കിലും എ ട്രാൻസ്പോസ് ഇൻറ്റു എ ആണെങ്കിലും അത് സിമെട്രിക് ആയിരിക്കും. അപ്പോൾ എന്താണ്, എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ആ മെട്രിക്സിൻ്റെ എന്താണ്, സ്ക്വയർ മെട്രിക്സിൻ്റെ കൂടെ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്താലും എ ട്രാൻസ്പോസ് ഇൻറ്റു എ ചെയ്താലും എന്താണ്, അത് രണ്ടും എന്തായിരിക്കും, സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.